നമസ്കാരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രവർത്തന സജ്ജമായതിനു പിന്നാലെ ഇതാ കോട്ടയം പോർട്ടും വികസന പാതയിലേക്ക് കാൽവെപ്പ് നടത്താൻ തയ്യാറെടുക്കുകയാണ്. സംസ്ഥാനത്തെ ഒരു ചരക്ക് ഗതാഗത ഹബ്ബാക്കി കോട്ടയത്തെ ഉയർത്താനുള്ള വിവിധ പദ്ധതികളാണ് കോട്ടയം തുറമുഖം അധികൃതർ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനം കോട്ടയം പോർട്ടിനെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധിപ്പിക്കുന്ന ഒരു ജലഗതാഗത പാത ഒരുക്കുക എന്നതാണ്. ഈ പദ്ധതി വികസനത്തിനുള്ള അടിയന്തര നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിക്കണമെന്ന ആവശ്യമുന്നയിച്ച് പോർട്ട് അധികൃതർ ജലഗതാഗത വകുപ്പിനെ സമീപിക്കുകയുണ്ടായി. കൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ടും അവർ ഇക്കാര്യം അഭ്യർത്ഥിക്കുകയും അപേക്ഷ കൈമാറുകയും ചെയ്തു. മുഖ്യമന്ത്രിയിൽ നിന്നും ജലഗതാഗത വകുപ്പിൽ നിന്നും അനുകൂല മറുപടിയാണ് ഉണ്ടായതെന്നാണ് പോർട്ട് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. തൃക്കുന്നപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേ വഴി വിഴിഞ്ഞത്തേക്കുള്ള ജലപാത വികസനമാണ് കോട്ടയം പോർട്ട് അധികൃതരുടെ ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതുകൂടാതെ ചരക്ക് നീക്കം സുഗമമാക്കാൻ ഉപകരിക്കുന്ന യന്ത്ര സംവിധാനങ്ങൾ എത്തിക്കാനും ഒപ്പം കണ്ടെയ്നറുകൾ സൂക്ഷിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കാനുമുള്ള ആവശ്യവും ഇവർ ഉയർത്തിയിരുന്നു. ഈ ആവശ്യത്തിന്മേലുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായി കണ്ടെയ്നറുകൾ വളരെ വേഗത്തിൽ അടുക്കി വെക്കാനും എടുത്തു മാറ്റാനും സഹായിക്കുന്ന റീച്ച് സ്റ്റാർക്കർ ഈ മാസം അവസാനമാകുമ്പോഴേക്കും ബേപ്പൂരിൽ നിന്നും കോട്ടയം തുറമുഖത്തേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ നടത്തി വരികയാണ്. ഇതിനായി കോട്ടയം പോർട്ട് അധികൃതർ ബേപ്പൂരിൽ സന്ദർശനം നടത്തിയിരുന്നു. 4 കോടി രൂപയാണ് റീച്ച് സ്റ്റാർക്കർ യന്ത്രത്തിന്റെ വില. 3 കോടി രൂപ ചിലവിട്ട് ചരക്കു നിറച്ച കണ്ടെയ്നറുകൾ സൂക്ഷിക്കാനുള്ള പേവ്ഡ് യാർഡ് നിർമ്മിക്കാനും പദ്ധതിയായിട്ടുണ്ട്. വരുന്ന 3 മാസത്തിനുള്ളിൽ പേവ്ഡ് യാർഡ് നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ചരക്കു ഗതാഗതത്തിന് വലിയ സാധ്യതകളുള്ള പോർട്ടാണ് കോട്ടയത്തേത്. ഇക്കാര്യം തിരിച്ചറിഞ്ഞുള്ള വികസന പ്രവർത്തനങ്ങളാകും ഈ തുറമുഖത്ത് യാഥാർത്ഥ്യമാക്കുക. കസ്റ്റംസ് നടപടി വേഗത്തിലാകുമെന്നതിനാൽ ഇതുവഴിയുള്ള ചരക്ക് നീക്കത്തിന് സമയവും പണവും ലാഭകരമാകും. പ്രതിമാസം 300 കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ള പോർട്ടിന്റെ നിലവിലെ ശേഷി 600 കണ്ടെയ്നറുകൾക്ക് മുകളിലേക്ക് എത്തിക്കാനുള്ള പുരോഗമന പ്രവർത്തനങ്ങളാകും ആദ്യഘട്ടത്തിൽ സാധ്യമാക്കാൻ പോകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കൊച്ചിയിൽ നിന്നുള്ള ചരക്ക് നീക്കത്തിന് മിക്കപ്പോഴും ദിവസങ്ങളുടെ താമസം വരാറുണ്ട്. അതേസമയം ചരക്കുകൾ കോട്ടയം പോർട്ടിൽ എത്തിച്ചാൽ കാലതാമസമില്ലാതെ വിഴിഞ്ഞത്തെത്തുന്ന മദർ വെസലുകളിലേക്ക് അവ മാറ്റാനാകും. ഇത്തരത്തിലുള്ള സമയലാഭത്തിനൊപ്പം ചരക്ക് നീക്കത്തിനുള്ള ചെലവും കുറയ്ക്കാൻ കോട്ടയം പോർട്ട് വഴിയുള്ള ചരക്കു നീക്കം വഴിയൊരുക്കും. 20 അടിയുള്ള ഒരു കണ്ടെയ്നർ കൈകാര്യം ചെയ്യുമ്പോൾ മാത്രം 40,000 രൂപ ഏറ്റവും കുറഞ്ഞത് ലാഭിക്കാനാകുമെന്നാണ് പോർട്ട് അധികൃതർ നൽകുന്ന വിശദീകരണം. ഇപ്പോഴത്തെ രീതി അനുസരിച്ച് കൊച്ചിയിൽ കണ്ടെയ്നർ ഇറക്കുന്നതിനുള്ള കൂലി, ടെർമിനലിൽ നിന്ന് ഫീഡൽ വെസലിലേക്ക് കയറ്റുന്നതിനുള്ള കൂലി, മദർ വെസൽ നിലയുറപ്പിച്ചിരിക്കുന്നിടത്തേക്ക് ചരക്കുകൾ എത്തിക്കുന്നതിനുള്ള യാത്രാ നിരക്ക്, മദർ വെസലിലേക്ക് ചരക്ക് മാറ്റുന്നതിനുള്ള കൂലി, ഇവയെല്ലാം ഒഴിവാക്കാൻ കോട്ടയം പോർട്ട് വഴിയുള്ള ചരക്ക് ഗതാഗതം വിനിയോഗപ്പെടുത്തുന്നതിലൂടെ സാധിക്കും. ഷിപ്പിംഗ് ബിൽ വേഗത്തിൽ ശരിയാക്കി ഇൻസെന്റീവുകളും പെട്ടെന്ന് ലഭിക്കും. നിലവിൽ സുഗന്ധവ്യഞ്ജനങ്ങളും റബ്ബർ, കയർ ഉൽപ്പന്നങ്ങളുമാണ് കൂടുതലായി കോട്ടയം പോർട്ടിൽ നിന്നും കയറ്റിപ്പോകുന്നത്. ഗുജറാത്തിൽ നിന്നുള്ള ടൈലുകൾ, സാനിറ്ററി സാധനങ്ങൾ, ഗോതമ്പ് എന്നിവയാണ് നിലവിൽ ഇവിടെ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ. വാർത്തയുടെ നിറം തേടി തനിനിറം.